ഇതാ sound, light, camera, action. 1, 2, 3, 4, 5, 6, 7, 8, 9. നിനക്ക് സമാധിയെ പറ്റി എന്തെങ്കിലും അറിയോ? സമാധി പറയുമോ? ഈ പയ്യന്റെ അച്ഛൻ ശരിക്കും സമാധികളായോ? ഈ സമാധി എന്ന് പറയുന്ന സംഭവം എങ്ങനെയാ ഇതാവുന്നത്? ശരിക്കും ഒരാള് മരിക്കുന്നതാണോ അതോ ജീവനോട്? അല്ല, ഈ സമാധി ആകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സമാധി ആകുകയാണെങ്കിൽ ഞാൻ അതിന് മുമ്പ് പറയും, ഞാൻ ഇത്ര ഡേറ്റ്, ഇത്ര തീയതി, ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ഡേറ്റിൽ ഞാൻ സമാധി ആവും എന്ന് ഞാൻ മുൻകൂട്ടി പറയും. ഇത്ര മണിക്കൂർ, ഇത്രാമത്തെ അവറിൽ, ഇത്രാമത്തെ സെക്കൻഡിൽ അൽബി സമാധി. സമാധിയായി കഴിഞ്ഞാൽ ചുറ്റുപാട് നിൽക്കുന്നവർക്കൊരു സമാധാനം. അങ്ങനെയാണോ സമാധി ആവുന്നത്? ഓക്കെ, ഞാൻ ചോദിക്കുന്നതല്ല, ഇത് ഈ മറ്റേ ശ്രീനാരായണൻ എന്ന് പറഞ്ഞ ആളല്ലേ ആദ്യമായിട്ട് സമാധിയാവുന്നത് കേരളത്തിലാണോ? കേരളത്തിൽ അതിനു മുമ്പ് സമാധികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് കൊള്ളാം, സൂപ്പർ ആയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ സമാധി. അതെന്നെ പരിപാടിയാ ഇവിടെ നടന്നേ. കട്ടിയല്ലേ കട്ട് ചെയ്യാൻ പാടില്ല. അതാണ് എന്റെ രസം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ ലൈറ്റ് ആൻഡ് ക്യാമറ വരുന്നതാണ്. ലൈറ്റ് ആൻഡ് ക്യാമറ ആക്ഷൻ. നമ്മൾ ലൈറ്റ് വേറെ ഇടും. ഇതെങ്ങനെയുണ്ട്? കാണാമല്ലോ. അവിടെ നോക്കി കാണാമോന്ന്. ഇവിടെ കാണോ, എല്ലായിടത്തും കാണോ. നമ്മുടെ കളി ഇതല്ല, ഇതിനപ്പുറത്തെ കലാപരിപാടികൾ. എനിക്ക് ലൈറ്റ്, തന്റെ ലൈറ്റ് അവിടെ പിടിച്ചു, എനിക്ക് ലൈറ്റ് ഉണ്ട്. ഇത് ഇങ്ങോട്ട് മാറുമ്പോ അവിടെ ലൈറ്റ് വരും, ഞാൻ വരുമ്പോ ബാക്കിൽ ലൈറ്റ് കിട്ടും. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ എല്ലാം ഓക്കെയാ. ഇപ്പൊ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണോ? പിന്നെ ആണോ? ഇയാളെ കാണോ? എല്ലാരും കാണോ? എന്നെ വേണം. ഞാനൊരു കാര്യം കാണിക്കട്ടെ. ലൈറ്റ് അങ്ങോട്ട് കാണിച്ച് അത് കൊള്ളാം. വേറെ സാധനം കാണിക്കാം. ഇതെന്താ, ഞണ്ടോ? ആ കറക്റ്റ്. ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു, കൊടുക്കായിരുന്നു. മീൻ വരും ഇങ്ങനെയൊക്കെ. മീൻ എങ്ങനെയാന്ന്? ആ പോട്ടെ, ഉള്ളതാട്ടെ, പൊങ്ങുമ്പോ ഇത് 2 നമ്പർ. അത് മാൻ മീൻ എങ്ങനെയാന്ന്? ആ മീൻ മറന്നുപോയി. ആ എന്തിനാട്ടെ നമ്മള് പറഞ്ഞ സമാധിയാണ്. ഇത് കേരളത്തിനോട് മൊത്തത്തിൽ പറയുന്ന സാധനം. ചെറുതെടുക്കട്ടെ. സ്മോൾ. അപ്പൊ അങ്ങനെ നമ്മൾക്ക് നിഴലിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റും. നിഴലാ അതല്ല, ഒഴുകി വരും എനിക്ക് ആ പാട്ട് അറിയത്തില്ല. ആദ്യമായിട്ട് എനിക്കറിയാവുന്ന പാട്ട് ഏതറിയോ? നീഴലായി അലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോ ആടാടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവി. പറയുന്നില്ല, കാട്ടുപൂവിന് കരളുണ്ടോ? കരൾ എന്തായാലും കാട്ടുപൂ. കാട്ടുപൂവിൻ കരൾ. കാട്ടുപൂവി. വിഷയത്തിലോട്ട് വരാം. സമാധി. സമാധാനം കിട്ടിയതുമായി അലസമലസമായി അരികിലൊഴുകി ഞാൻ ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ കുറച്ചു നേരമായിട്ട് പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ. മനസ്സിലായോ? അയാൾ പാടുവാണല്ലോ, അങ്ങനെ ആയിരിക്കുമോ? വിഷയത്തിലേക്ക് തിരിച്ചു വരാണ്ട് ഇതൊരു വിഷയമാണ്. അതെ, ഈ സമാധിയാകാന്ന് പറഞ്ഞപ്പോ ഒരാള്
മരിക്കൂന്ന് പറയുന്നു. അയാളെ മരിക്കാൻ തലേ തേങ്ങ അടിച്ചാണ്ടല്ലേ മറ്റേ പുള്ളിയെ കൊല്ലുന്നു. അത് ആക്ച്വലി ബോച്ചെന്നല്ല, അത് അത് വന്നാ പറഞ്ഞാൽ ഇയാൾ അടുത്തോട്ട് വരുമ്പോ അങ്ങനെ പറഞ്ഞ് തിരിച്ചിട്ടേക്ക് വന്നു. അതെ അതെ അപ്പഴേ അത് കഴിഞ്ഞ് തേങ്ങ കൊണ്ട് തലക്കടിച്ചെന്നോ? തേങ്ങ കൊണ്ട് പുള്ളിനെ തലക്കടിച്ചു. പുള്ളിനെ സമാധി ആവുമെന്ന് പുള്ളി ആദ്യമേ ഇത് ചെയ്തായിരുന്നു, പുള്ളി പ്രഖ്യാപിച്ചു. അപ്പൊ സമാധി ആയില്ല. നേരെ ഒരു തേങ്ങ മറ്റേ ഇതിനകത്ത് കെട്ടിട്ടെ, ഈ തോർത്തിനകത്ത് കെട്ടിട്ട് കറക്കി ഒരു അടി. ഏതാണ്ടാണ് അങ്ങനെ എന്തോ കഥയല്ലേ, ഒരു കഥയുണ്ട്. അയ്യോ ഭയങ്കര സമാധി ആയി കളഞ്ഞു. സമാധി ആയില്ലെങ്കിൽ ഇന്ന് ഈ പറയുന്ന മറ്റേത് സംഘടനയൊന്നും ഇല്ലടോ. അത് ശരിയാണ്. ആർട്ടിഫിഷ്യലി സമാധി സമാധി എന്ന് പറഞ്ഞാൽ കൊന്നു എന്നർത്ഥം. ശരി കേട്ടോ, ഒരാളെ എന്ത് കാരണവശാലാണേലും അയാൾ പറഞ്ഞിട്ടാണേലും കൊള്ള എന്ത് വേണമെങ്കിലും കൊള്ള. ഇവിടെ അതിൽ പിന്നെ അന്ധകാലത്തിൽ ഈ പറഞ്ഞ പോലെ ദയാവതമ്പത്ത് പരിപാടികളൊക്കെ ലീഗലായിരുന്നോ? കഞ്ചാവൊക്കെ ലീഗൽ. സതിയോ അതൊക്കെ ഓ ഇത് പോയി, ആ ഫൺ പോയി. അപ്പൊ ഞാൻ ചോദിച്ചതേ, ഈ അടു അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണ് ഒരാൾക്ക്? അതൊരു തരം മാനസിക പ്രശ്നമാണോ സമാധിയാവാന്നൊക്കെ പറഞ്ഞത്? അന്ധകാലത്ത് ട്രെൻഡിങ് പരിപാടിയാണ് ഇത്. അന്ധകാലത്ത് ഇത് ആവശ്യമായിരുന്നു. കാരണം കുറച്ചുകൂടി ഈ മതത്തിനകത്ത് ഇങ്ങനെ കിടന്ന് മെഴുകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇവിടെ അതായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഹിന്ദുമതം. അപ്പൊ സമാധിയൊക്കെ ആയില്ലെങ്കിൽ ഒരാള് വലിയ ആളാവൂല. എനിക്ക് മനസ്സിലായോ? സമാധി ഇല്ല. അവസാനം യേശുവിനോട് കൂടി അവസാനിപ്പിച്ചു. ഏത് ഇവിടുന്ന് നേരെ ഉടലോട് അത് കൊടുത്തിട്ടുണ്ട്. സെയിന്റ് എന്ന് പറയുന്നത് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അവര് ദൈവത്തിന്റെ സ്വന്തം ആൾക്കാരാണെന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാന്നറിയാമോ? വത്തിക്കാനില് ഒരു ടീം സയന്റിഫിക്കലി പരിശോധിക്കും. സെയിന്റ് ആക്കാൻ സയന്റിഫിക്കലി അല്ല, സയന്റിഫിക്കലി ആണോ അത്? സയന്റിഫിക്കലിയാ, സയന്റിഫിക് സെയിന്റ് ആണ്. തൃശ്ശൂർ ഭാഗത്ത് അങ്ങനെ അതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന അതല്ല. അപ്പൊ ഇപ്പോഴാണെങ്കിലും സമാധി ആകുന്ന ഒരാൾക്ക് സമാധി ആകാൻ സമയത്തായില്ല എങ്കിൽ അയാളുടെ തലയടിച്ച് പൊട്ടിച്ച് കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊരു കൊലപാതകമാണ് അല്ലേ? അത് അന്വേഷിക്കാൻ പോലീസ് ചെല്ലുമ്പോൾ അത് സമ്മതിക്കാതിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധി ആയില്ലല്ലോ, പിന്നെ സമാധി ക്ലോസ് ഇല്ലല്ലോ, സമാധി അങ്ങനെ എല്ലാവർക്കും. ഇയാള് ജീവനോടെയാണോ ഈ പറഞ്ഞ കബറിനകത്ത് വെച്ചേക്കുന്ന കവറോ എന്താ മൈനിന് പറയുന്നത്? കുഴി അല്ല, ഏതാണ്ട് സ്ലാബ് വാർത്തേണ്ട ഒരു മറ്റേ പണ്ടത്തെ അലക്കുകല്ലില്ലേ, ആ സെറ്റപ്പിലായിരിക്കുന്നേ. അതിനകത്ത് കയറ്റി അങ്ങ് ഇരുത്തി അടച്ചു കാണും ജീവനോടെ. എന്നിട്ട് പറയുന്നത് സമാധിയായെന്ന്, സമാധാനമായെന്ന്. സമാധി ആയില്ലെങ്കിൽ കൺസെന്റോടുകൂടി ഇവിടെ അലൗഡല്ല. ഇവിടെ എന്തോ നീ എന്തോ യുത്തനേഷ്യ എന്ന് വിചാരിച്ചത്? ഇവിടെ പാസീവ് യുത്തനേഷ്യ ഒക്കെ വേണ്ട, ഇച്ചിരി ലീഗലായിട്ട് നടക്കുന്ന ഇപ്പോ. ഉണ്ട്. അത് അതുപോലത്തെ പ്രോസസ് തന്നേ ഉള്ളൂ, ഉണ്ടായിട്ടില്ല. അതിന്റെ എന്തോ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഹൈക്കോടതി, സുപ്രീം കോടതി. ഒരാളെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാലേ ആത്മഹത്യ നടന്നില്ലെങ്കിൽ ഇയാളെ പോലീസ് പിടിക്കും. അങ്ങനെയുണ്ട്. ജയിലിടും, എന്നിട്ട് തൂക്കിക്കൊല്ലൂ. എന്നിട്ട് തൂക്കി കൊല്ലം ശരിക്കും. ടൈം എടുക്കും, അതുവരെ ജയിലിരിക്കണം. ഇവിടെ അതല്ല പ്രശ്നം, ഞാൻ ചോദിക്കുന്നതല്ല. ഈ ആത്മഹത്യാ പ്രവണതയുണ്ടെന്ന് പറയുന്നു. ഒരാൾ പറയുന്നു എനിക്ക് ആത്മഹത്യ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ പോലീസ് എന്താ ചെയ്യണ്ടേ? പോലീസ് ആത്മഹത്യ പ്രവണത ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് പോലീസ് ഒന്നും ചെയ്യണമെന്നില്ല. പോലീസിന് ഇടപെടുകയാണെങ്കിൽ തന്നെ അവർക്ക് ഈ പറയുന്ന സപ്പോർട്ട് കൊടുക്കണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യിപ്പിക്കണം, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിക്കണം. ഹണിറോസിന് ആത്മഹത്യ പ്രവണത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യയുടെ വക്കിലാന്ന് പറഞ്ഞു രാഹുൽ ഈശ്വരൻ, അതും കോടതിയിലാണ് പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞത്? ആത്മഹത്യയുടെ വക്കിലാണ് അവളുടെ അങ്ങനെ പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഭീഷണിയുടെ സ്വരം കൂടി ഉണ്ട്. അതിനകത്ത് ഭീഷണി അല്ലത്, യഥാർത്ഥമാണ്. ഭീഷണി എന്തോ ആയിക്കോട്ടെ,
അപ്പൊ അത് ആരാ പ്രൊട്ടക്ട് ഹണിറോസ് അവിടെ ഉണ്ട്. ഹണിറോസ് എവിടെയുണ്ട്? പക്ഷെ പോലീസ് അപ്പൊ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. കുടുംബവും ഒരു കൂട്ട ആത്മഹത്യക്കുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലീസ് ഈ കേരളത്തിലുള്ള സൈക്കോളജിസ്റ്റുകൾ എവിടെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സൈക്കോളജിസ്റ്റ് പോരാ, സൈക്യാട്രിക്. ഒരാൾക്ക് സൂയിസൈഡ് ടെൻഡൻസി എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ അല്ല, സൈക്യാട്രിക് കണ്ടീഷനാണ്. അപ്പോ ആ സ്ഥലത്ത് നമ്മൾ ഈ പറഞ്ഞ ബോച്ചെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഊർജ്ജമോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതൊരു ഓക്കെ എന്തോ ഇൻസൾട്ട് പോലത്തെ സംഭവം. പക്ഷെ ഒരാളുടെ ജീവൻ പോകാൻ സാധ്യത ഉണ്ട് എന്നൊരാള് കോടതി പറഞ്ഞിട്ടും ഒന്നും നടന്നിട്ടില്ല. ഒരു കുടുംബം മൊത്തം ഒന്നുമില്ല, ആരും നോക്കുന്നില്ല. പക്ഷെ ഹണിറോസ് പറയുന്ന പോലെ ചെയ്താൽ ഇപ്പൊ ആത്മഹത്യ എന്ന് വിചാരിക്കുക, അല്ല ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ ബോച്ചയെ തൂക്കി കൊല്ലും. അതിന് ബോച്ച മാത്രമല്ല രാഹുൽ ഈശ്വരനെ തൂക്കി കൊല്ലാം. ബോച്ചയും കൊല്ലാം. പ്രത്യേകിച്ച് റോളില്ല. ഇല്ല ബോച്ചയുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പിന്നെ നടക്കുന്ന ബുള്ളിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രാഹുൽ ഈശ്വർ അല്ല ബോച്ച ആ കേസിൽ. ബോച്ചയല്ലോ, അങ്ങനെയല്ല. ബോച്ചയും കൂടെ കൂട്ടിയാലേ നമുക്ക് രണ്ടുപേരെ കൊല്ലാൻ പറ്റത്തുള്ളൂ. ചേപ്പോ അപ്പൊ രണ്ടുപേരെയും കൊല്ലാം. അതാണ് നമ്മുടെ രീതി. മരിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിപ്പോ ഹണിറോസ് ക്രൈം നടക്കണോടോ. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിയമത്തിന്റെ ഒരു കാര്യത്തിൽ ഇടപെടണമെങ്കിൽ എന്ത് വേണം? ക്രൈം വേണം. ആദ്യം ഒരു ക്രൈം നടക്കണം, എന്നാലേ അതിനകത്ത് ഇടപെടാൻ പറ്റുള്ളൂ. ഈ ക്രൈം തടയാന്ന് പറഞ്ഞൊരു പരിപാടി കൂടി ഇല്ല. തടഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് പണി പറയും. ക്രൈം ചെയ്താൽ തന്നെ അറസ്റ്റ് ചെയ്യും, ജയിലില്ലാണ്ടാവും. താൻ ക്രൈം ചെയ്തില്ലെങ്കിലും തന്നെ അറസ്റ്റ് ചെയ്യും. അത് ബോധ്യമാണല്ലോ താൻ. അതല്ലടോ, ഇവിടെ എനിക്ക് തോന്നുന്നു ജയിലുകൾ ഇല്ലാണ്ടാവും, ഇല്ല കോടതിക്ക് പണി കുറയുമെന്ന് മേടിച്ചിട്ടാണ് ഇവരിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അനങ്ങാതെ ഈ ക്രൈംസ് തടയാൻ നോക്കാതെ. എടോ ക്രൈംസ് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതി എന്തിനാ? അതും ശരിയാ. ജയിലിൽ സ്ഥലമില്ല മാത്രമല്ല, അത് 3 നേരം 4 നേരം കണ്ട് ഫുഡുണ്ട് അവിടെ, നല്ല ഫുഡൊക്കെ കൊടുക്കുന്നത്. എത്ര ചെലവുണ്ട് ഒരു സെല്ലിനകത്ത് തന്നെ 40-45 പേരൊക്കെ ഉണ്ട്. അത് തന്നെ നിയമവിരുദ്ധമാണ്. അതായത് ഒരു സെല്ലിൽ താമസിപ്പിക്കാവുന്ന ആളുകൾക്ക് ഇത്ര പരിധിയൊക്കെ ഉണ്ട്. ഇത് അതൊന്നുമില്ല. വെറുതെ മറ്റേ ചാള എടുക്കുന്ന പോലെ നിങ്ങളെ കൊണ്ടുപോയി തള്ളും. അത് നിയമവിരുദ്ധമാണ്. അതായത് അത് ഏറ്റവും വലിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള കാരണത്താൽ കുറച്ച് ആളുകളെ പിടിച്ചോടെ നിയമവിരുദ്ധമായിട്ട് തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. അതിലും വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തും. അത് തന്നെ എടോ, ഞാൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ കൊണ്ടു നിർത്തി ലോക്കപ്പ് ചെയ്യുന്ന ഫോട്ടോ എടുത്ത് അത് പ്രചരിപ്പിച്ച് അതിലും വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി. അത് പോലീസ് അല്ല നമ്മൾ പറഞ്ഞ വിഷയം ഈ സമാധി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കാണിച്ചിട്ടേ, ഇയാളിപ്പോ റിയൽ ആയിട്ടൊരു സമാധി ആയ ആളാന്ന് വിചാരിക്കുക. അവരുദ്ദേശിച്ച പോലെ കറക്റ്റ് സമയത്ത് അയാൾ മരിച്ച ഒരാളെ കൊണ്ട് അകത്തിരുത്തുകയാണെന്ന് വിചാരിക്കുക. അത് തെളിയുന്നതിന് ഇവർക്ക് എന്താ കുഴപ്പം? നല്ലതല്ലേ? അല്ലല്ല, ഇത് അത് ശരിയാണ്. അത് വേറെ തരത്തിൽ ശരിയാണ്. ഈ സ്റ്റേറ്റ് അടക്കം ഇടപെട്ടിട്ടും അവസാനം തെളിഞ്ഞു സമാധിയാണെന്നുള്ളത് തെളിഞ്ഞു എന്ന് പറയുമ്പോൾ ഇയാൾ ശ്രീനാരായണ ഗുരുവിന്റെ പിതാവാകും. ആ സെൻസിൽ നോക്കുമ്പോ മനസ്സിലാവും. ടോപ്പിലോട്ട് ഈ പുള്ളിനെ അങ്ങോട്ട് മാറ്റും. നമ്മുടെ പാലാരോട്ടം ജംഗ്ഷനിൽ വെച്ചേക്കണ സാധനമില്ലേ, അതവിടെ ആ പുള്ളിനെ ഇങ്ങടെ ഇറക്കും ആദ്യം. ഇത് അങ്ങോട്ട് കയറ്റും. ഒറിജിനൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് കോവൻ തിരുവടികൾ. അതാരായിരിക്കും അത്? സ്വാമി, ഇപ്പോഴത്തെ ഈ പറയുന്ന സ്വാമി. അയാളുടെ പേര് കോവനാണ്. അല്ല, ഞാൻ നെയ്യാറ്റിൻകര കോവൻ ഉണ്ടല്ലോ, മറ്റേ ആള് മോഹൻലാലിന്റെ. അതല്ലടോ ഞാൻ നെയ്യാറ്റിൻകര സംഭവം അല്ലേ? സോ ഫണ്ണി. നെയ്യാറ്റിൻകര കോവൻ എന്ന് പറഞ്ഞുകൊണ്ട് സാധനത്തിന് അങ്ങ് കൊണ്ടുവരുമായിരിക്കും. കാരണം മറ്റേ പുള്ളിയുടെ തലയ്ക്ക് ചിരട്ടയ്ക്ക് അടിക്കേണ്ടി വന്നു, അല്ല തേങ്ങ അടിക്കേണ്ടി വന്നു. ഇതല്ലാതെ തന്നെ പുള്ളി പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പവർ ഇയാക്കാം. അയാളെ ഇങ്ങനെ ചുമ്മാ മറ്റേ അലക്കലിനകത്ത് കൊണ്ടിട്ടേണ്ട ആളല്ല. എടാ ഇത് കണ്ടു കഴിഞ്ഞാൽ അലക്കല് പോലത്തെ ഒരു സെറ്റപ്പ് ആടോ, അല്ലെങ്കിൽ അലക്കും. മനസ്സിലായില്ലേ? വേറെ അറിയാത്തവര് വന്നു കഴിഞ്ഞാൽ വല്ല ഡോബിമാർ അതുവഴി പോയാൽ വേറെ തുണി അലക്കിയിട്ട് പോകും. അല്ല, അമേരിക്കന്നൊക്കെ ആരെങ്കിലും വന്നാലേ അലക്കല്ലാന്ന് ഓർത്ത് തുണിയെടുത്ത് അലക്കും അവിടെ ഇട്ട്. അമേരിക്കന്ന് UK എന്നൊക്കെ. ഞാൻ അവർക്ക് അറിയത്തില്ല അലക്കാനുള്ള സ്ഥലമാണ്. അത് തന്നെ അവരൊന്ന് നേരെ എടുത്ത് തുണിയിട്ട് അലക്കും. വാഷിംഗ് ക്ലോത്ത്സ് വാഷിംഗ് ക്ലോത്ത്സ് പറഞ്ഞുകൊണ്ട് അവരൊന്ന് അലക്കും. ഇവിടെ എന്തോ അല്ലേ അവര് ചെയ്തു വെച്ചേക്കുന്നത്. എന്നിട്ട് അല്ല ഇവരെന്തിനു ഇത്രയും മസിൽ പിടിക്കുന്ന? അപ്പോ അവർക്ക് നല്ലതല്ലേ അത്? ശരി, ഇതിന് ചില ആചാരങ്ങളുണ്ടോ? സമാധി ആയി കഴിഞ്ഞാൽ പിന്നെ സമാധി കുത്തിപ്പൊളിച്ചിട്ട് സാധനത്തിനെ പുറത്തെടുത്തിട്ട് പിന്നെ അതെന്താ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ല അങ്ങനെ ഒരു ശക്തം വേറൊരു കാര്യമുണ്ട്. ഞാൻ അല്ല എടാ വഖഫ് പോലെയാ. വഖഫ് എന്ന് പറഞ്ഞാൽ വൺസ് വഖഫ് ഈസ് ഓൾവേസ് വഖഫ് എന്ന് പറഞ്ഞ പോലെയാണ്. സമാധി എന്ന് പറഞ്ഞാൽ സമാധി, പിന്നെ അതിന്റെ മുകളിൽ ചോദ്യമില്ല. ഇത് കേക്ക്. അല്ല ഞാൻ ചെയ്തത് ഇപ്പൊ ഈ പോലീസ് വന്നിടപെടുന്നു. ഇത്രയും വലിയൊരു ശക്തിയുള്ള ഒരാള്, കൃത്യസമയത്തിന് മരിച്ച ഒരാള്, സാധനം പൊളിച്ചെടുക്കാൻ
പോലീസിന് പറ്റുമെന്ന് ഇവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? മനസ്സിലായില്ലേ? ഓക്കെ, അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാള്, അല്ല ദൈവതുല്യനായ എന്തോ കോപ്പ്, ആ സാധനം സമാധിയാകുക എന്ന് പറയുന്നത്. സമാധിയാകുന്ന ചില്ലറക്കാരുടെ പരിപാടിയല്ല. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളെ അവിടെ നിന്ന് ഇളക്കിയെടുത്താലും ഈ പോലീസിന് ഇളക്കിയെടുക്കാൻ പറ്റും എന്നെങ്ങനെ ഇവർക്ക് തോന്നുന്നത്? ഇളക്കിയെടുത്താൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇത് പറ്റത്തില്ലല്ലോ. എങ്ങനെ പറ്റും? പോലീസിനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഇത്. പോലീസിനെക്കാളൊക്കെ എത്ര വലിയ ആളാകത്തിരിക്കുന്നത്. സമാധിയിലെങ്ങാനും ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും പോയി തൊട്ട് അത് എന്തെങ്കിലും ചെയ്ത് പൊളിക്കാനൊക്കെ ശ്രമം നടത്തിയാൽ ഒരു പക്ഷേ ഇവിടെ ഒരു പ്രളയമോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം അറിയാലോ എനിക്ക്. അയ്യോ ശരിയാ, ശബരിമല ഇഷ്യൂ നടന്നതിന് ശേഷമാണ് ഇവിടെ മറ്റേ പ്രളയം ഉണ്ടായത്. അറിയാലോ, എല്ലാവർക്കും അറിയാം. കൊറോണ വന്നു, പ്രളയം വന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടായത്. എന്നിട്ട് ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇപ്പൊ ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് അത് ഇപ്പോഴും പോയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതാണ് പക്ഷെ ചില സീലുകൾ പൊട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. അങ്ങനെ പോലീസിനെ കൊണ്ടൊക്കെ എന്തിനും ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ അയാള്? അങ്ങനെയാണോ അവർ വിശ്വസിച്ചേക്കുന്നത്? ഇത് സമാധിയാക്കിയ ആൾക്കാർ അതിന് മുന്നിൽ കിടന്ന് ഇവരെന്തിനാ കരയുന്നേ? ഇപ്പൊ അയ്യപ്പന്റെ കേസ് എടുക്കുക. അയ്യപ്പന് പെണ്ണുങ്ങൾ ചേർന്ന് ബുദ്ധിമുട്ടാണോ? അയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങിയെടുത്തു, തട്ടാപ്പിള്ളേര് തട്ടിയെടുത്തു. വേണ്ട, കുഴപ്പമില്ല. വിശ്വസിക്കില്ല. അതാ വേറൊരു അവിടെ താ മനപ്പുറം ചെയ്യണമെന്ന് വിചാരിക്കുള്ളൂ. വരത്തുള്ളൂ, മനസ്സിലായ വെള്ളാപ്പള്ളി നടേശ ദൈവമേ, ഞങ്ങളെ മാറ്റാൻ പഠിപ്പിച്ച ദൈവമേ, കണ്ണൊന്നും പോകാതെ നോക്കണേ, ഞങ്ങളുടെ കാലൊന്നും വെക്കാതെ കാക്കണേ. വെള്ളാപ്പള്ളി നടേശ ദൈവമേ, ഞങ്ങളെ മാറ്റാൻ പഠിപ്പിച്ച ദൈവമേ, കണ്ണൊന്നും പോകാതെ നോക്കണേ, ഞങ്ങളെ വാളൊന്നും വെക്കാതെ കാക്കണേ. ആണ് ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു ചെറിയ കലാപരിപാടിയാണ് കേട്ടോ. മദ്യം വെക്കരുത്, മദ്യം ഉണ്ടാക്കരുത്, മദ്യം കുടിക്കരുത്, മദ്യപിക്കാനോ ആള് വെക്കരുത്. എന്തൊക്കെ ബഹളമായിരുന്നു. ആ പുള്ളിയുടെ തലക്കടിച്ച് കൊന്നപ്പോഴേ മനസ്സിലാക്കണമായിരുന്നു. മനസ്സിലായോ? ശരിയാ, ഇയാള് ഇവിടെ ആവശ്യമില്ല. അന്ന് തന്നെ മാറും തുടങ്ങി. ഇയാള് സമ്മതിക്കത്തില്ലെന്ന്. മറ്റയാള് സമാധി ആയില്ലല്ലോ, ഇയാൾ സമാധി ആക്കിയതാണല്ലോ. ഈ സമാധി ആക്കുന്ന സമയത്ത് ഇയാള് ലഹരിയിലായിരുന്നു പറഞ്ഞു. അത് ഏത് ലഹരിയാണ്? മതത്തിന്റെ ലഹരിയാണ്, വേറെ എന്തെങ്കിലും ലഹരി? മതത്തിന്റെ ലഹരി ഉള്ളപ്പോ അതിന്റെ മുകളിൽ പിന്നെ എന്ത് ലഹരി കയറുമെന്നാ പറഞ്ഞത്? അതിലും വലിയ ലഹരി വേറെ എന്തെങ്കിലും ഉണ്ടോ? ടോപ്പിലാണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലഹരി വേണ്ട. വേറൊരു സാധനം അപ്പാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലഹരി. സാധനം എടുത്തിട്ട് ഈ ആൾക്കാർ തമ്മിൽ വാക്കത്തേക്ക് വേണ്ടി കൊല്ലണ്ടോ? ഇല്ല, അത്ര പവർഫുൾ ആയിട്ട് വേറെ സാധനമില്ല. ആളുകൾ ഇങ്ങനെ ഗ്യാദർ ബിൽഡിംഗ് പൊളിക്കണമെങ്കിലും ഈ ലഹരി ഉപയോഗിക്കുന്നവര് ഗ്രൂപ്പായിട്ട് തന്നെ കണ്ടോ? ഗ്രൂപ്പായിട്ട് ഇപ്പോൾ 1000 പേര് ഒത്തുചേരുക, അങ്ങനെ ഒരു ലഹരി ഉപയോഗം ഇല്ല ഇവിടെ. ഈ ലഹരി അങ്ങനെയല്ല. ഇത് തലയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ പാർട്ടി, ഇവിടെ പൊളിറ്റിക്കൽ ലഹരി. അത് വെറുതെ പറഞ്ഞാടോ. ഇവിടുത്തെ ഈ സാധനം മതലഹരി ഇരിക്കുന്നതുകൊണ്ട്, പൊളിറ്റിക്സിൽ മതത്തിലുള്ള ആളുകൾ വരുന്നതുകൊണ്ടാണ്. എനിക്ക് പണ്ട് ഈ ഇവിടെ മതം ഇല്ലാത്ത രാജ്യങ്ങളിൽ ഈ പ്രശ്നമില്ലെന്ന്. അവിടെ ഉണ്ട് രാഷ്ട്രീയക്കാര്. എനിക്ക് പണ്ട് ഈ CPM-ന്റെ ഈ മറ്റേ കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളൊക്കെ എനിക്ക് രോമാഞ്ചം വരുമായിരുന്നു പണ്ട്. പക്ഷെ എന്താ കോമഡി എന്ന് അറിയോ? എനിക്ക് ഇപ്പോഴും വരും രോമാഞ്ചം. അതെന്താന്ന് അറിയില്ലല്ലോ. എനിക്ക് കമ്മ്യൂണിസത്തോട് താല്പര്യമില്ല ഇപ്പൊ. പക്ഷെ ഇപ്പോഴും എനിക്ക് ഈ മുദ്രാവാക്യം വിളി കേൾക്കുമ്പോ എനിക്കൊരു സാധനം വരും, പെട്ടെന്ന് ഗൂസ് ബംസ് വരും. അങ്ങനെ നിരീശ്വരവാദിയായ ആൾക്കാര് പെട്ടെന്ന് വീഴുമ്പോ അങ്ങനെ വിളിക്കുന്നത് ഇത് വേറെ, ഇതൊരു വികാരമാണ്. വാക്ക് പഠിച്ചു വെച്ച ഇത് തലയ്ക്കകത്ത് കിടക്കുന്ന സാധനമാണല്ലോ. ഈ അറിയാതെ പറയുന്നത് നമ്മുടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഓടിപ്പോകുന്നു പോവും അല്ലെ? പോകുന്നില്ല. പക്ഷെ എനിക്ക് മറ്റേ ഇപ്പൊ CPM-കാരുടെ മുദ്രാവാക്യമാണ് ഞാൻ പറയുന്നത്. CPM-കാര് മുദ്രാവാക്യം വിളിക്കുന്ന കേൾക്കുമ്പോൾ എനിക്കൊരു സാധനം വരും, ഒരു സുഖം വരും. എവിടെയോ അറിയാം. അത് കേൾക്കുമ്പോഴത്തേന് എന്തോ വലുത്. അതൊരു സൗണ്ടും ബോലോ ഭാരത് മാതാക്കി അങ്ങനെ പറഞ്ഞ പോലെ
എല്ലാത്തും ശൈലി അത് വേറെ ശൈലിയാണ്. അത് എല്ലാത്തിനും ഒരു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ താൻ അങ്ങനെ പറയല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ കണ്ണൂർ ജനിച്ചവരെ പ്രവർത്തനം പറഞ്ഞതിനാ അത് എനക്ക് പറയാൻ വേണ്ടി ഇപ്പൊ പറ്റൂല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും കണ്ണൂരുകാരാണ് കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ അതിന് കാര്യമില്ല, ഇത് മുദ്രാവാക്യം. അതുകൊണ്ടല്ല ഓരോരുത്തർ ഇവരുടെ ശ്ലോകം ഇവർ പറഞ്ഞ ഓരോ ഭാരത് മാതാക്കി മുന്നോട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ സാധനമല്ല. പിന്നെ ആരുടെ അത് വേറെ വിഷയം അല്ല. സ്ലോഗൻ പറ. അല്ല അതൊരു എടാ ഇത് സ്ലോഗോ സ്ലോഗനോ? ഓക്കെ ആയിക്കോട്ടെ. ഇവിടെ പോലെ ഭാരത് മാതാക്കി ഉണ്ടല്ലോ, അപ്പുറത്തെന്താ ഉള്ളത്? അപ്പുറത്തോ? കമ്മ്യൂണിസ്റ്റുകാരില്ലേ ഇത്രയും പോരെ? ഇപ്പൊ കേട്ടത് അരിവാൾ ചുറ്റിയ നക്ഷത്രം ചുടുചോര ചോര ചെഞ്ചോര ചോര ചോര മുതുചോര ചോര ചോര മുതുചോര ഭാരത് മാതാക്കിയാ നല്ലത്. എടാ ഒത്തിരി ഉണ്ട് മുദ്രാവാക്യങ്ങളുടെ ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം കിടക്കുന്ന അവിടെ. ഒരു ഇവന്മാര് ഇത് വിളിക്കുന്ന പോലെ എന്ത് രസമാണ് കേൾക്കാൻ. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇവിടെ ആണോ തന്തയെ കണ്ട് മരിക്കില്ല, മറ്റേ നിസ്കരിക്കാൻ മറ്റേതുണ്ടാവില്ല എന്ന് പറഞ്ഞേ. ഒരുപാട് സാധനങ്ങളുണ്ട്. വേണോ വേണോ പേടിക്കുന്നേ. അയ്യോ ഒരുപാടുണ്ട് അങ്ങനത്തെ വെട്ടും കൊല്ലും. അന്തിക്കമ്പലമുറ്റത്ത് അരയാലിന്റെ സമീപത്ത് ആറടിമുള്ള വടി കുറുവടി എന്തും ചറ്റകളെ നായന്മാരെ നാറികളെ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നു. മാറ്റി എന്തെല്ലാം ഉണ്ടെന്ന് പലതും നമുക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം ഇത് പൊതു റോട്ടിലിറങ്ങി പറയാം, യൂട്യൂബിൽ പറഞ്ഞു വരും. പള്ളിയല്ല പണിയണം പള്ളിക്കൂട്ടം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, അമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണ. എന്നാലാണ് CPM-ന്റെ റോളുള്ളൂ. കാരണം വർക്കേഴ്സ് പാർട്ടിയാണല്ലോ CPM. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എല്ലാരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, 5 നേരം നിസ്കരിക്കും, പള്ളിയിൽ അൽത്താര പോയി ഒക്കെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാ. പുരോഗമിച്ചടോ. ജീൻസൊക്കെ ഇട്ടിട്ട് ടീഷർട്ടൊക്കെ ഇട്ട് മറ്റേ കഴിഞ്ഞ ദിവസം റിയാസ് പോണാണ്ടായിരുന്നു, ഉള്ളനായിട്ട് പോണു. മുണ്ട് സെറ്റപ്പ് മാറ്റി, മറ്റേ ഊമ്പിയ കോസ്റ്റ്യൂം ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. നല്ല കാര്യം, സന്തോഷമുണ്ട്. മറ്റവന്മാര് നിക്കർ മാറ്റിയ പോലെ മറ്റവരിപ്പോഴും മറ്റേത് തന്നെ. കോൺഗ്രസ്സുകാർ ഇപ്പോഴും മുണ്ട് വിട്ടിട്ടില്ല. അവർക്ക് മറ്റേ കഥ വിടാൻ പറ്റും. ഗാന്ധി പറഞ്ഞേക്കാണല്ലോ, ഗാന്ധിയായിട്ട് അവർക്ക് ഗാന്ധിയായിട്ട് കോൺഗ്രസിന് പ്രത്യേകിച്ച് ബന്ധം തന്നെയും. വേറെ കാര്യമുണ്ട്, സമാധിയിൽ ഒരു വെല്ലിപ്പനെ വെച്ചിട്ടാണ് നമ്മൾ ഈ വിഷയം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് പറയാം. ആ പുള്ളി അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്നത് വിഷയത്തിലേക്ക് നമ്മളത് പറഞ്ഞു വേണം അയാളെ പുറത്തെടുക്കാൻ. അയ്യോ ശരിയാണ്. അയാൾ മരിക്കുന്നതിന് വളരെ രക്ഷപ്പെടുത്തു പോലീസ്. അത് പറ്റില്ല, മരിച്ചാലാണോ എടുക്കാൻ പറ്റുള്ളൂ. ജീവനോടാണ് രക്ഷപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതില് ത്രില്ലില്ലെന്ന് പറഞ്ഞ ശരിയാ. ഇപ്പൊ ഈ ഫണ്ടോസിന്റെ കാര്യം പറഞ്ഞ പോലെ ആത്മഹത്യ എന്ന് പറഞ്ഞാലൊന്നും ഒരു ത്രില്ലില്ല. മരിക്കണം. ചാനലുകാർ പോലും എടുക്കുന്നില്ല. അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് അത് ഇവരുടെ ഒരു മൂഡ് മനസ്സിലായി. ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ വെറുതെ പറയുന്ന പോലെയാണ്. അതെ, ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അതിനൊന്നും കുഴപ്പമില്ല. ഒരാൾ പറയാണ് ഞാനൊരു ആത്മഹത്യയുടെ വക്കീലാണ്, ഞാൻ എന്റെ കുടുംബം ആത്മഹത്യയുടെ വക്കീലാന്ന് പറയണം. എന്തിനാ ഈ പക്കത്ത് പോയിക്കണത്? കുറച്ചങ്ങോട്ട് നീങ്ങുന്ന പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ് ഇവരിതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു സാധനം കേട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര നമുക്കൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടന്റ്. കുടുംബത്തോട് ആത്മഹത്യ കുടുംബത്തോട് ആത്മഹത്യ അല്ല ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ വലിയ കോമഡി ആയിട്ട് കണ്ടെന്ന് പറയും. നമ്മള് കോമഡി ആയിട്ട് കാണാൻ പാടില്ല. അത് ചർച്ച ചെയ്യും. നമ്മളൊന്നും കോമഡി ആയിട്ട് കാണാൻ പാടില്ല. മറ്റേ ചർച്ചയില്ല. ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസമൊക്കെ ആയി. രാഹുൽ ഈശ്വറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് കോടതിയിലാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ 2 ദിവസം ആക്ഷൻ എടുത്തിട്ടില്ല. ഇതൊക്കെ ഈ 2 ദിവസമായിട്ടേ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിത് കോമഡി പറഞ്ഞ് ചിരിക്കാം. ഹണിറോസ് കുടുംബത്തോട് അത്ര ഉള്ളത് അങ്ങനെ വേണം കാണാൻ. ഹണിറോസൂടെ മനസ്സിലായിക്കൂ. ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വലിയ കോമഡി ഇവിടെ ഈ നാട്ടിൽ. ഈ ആത്മഹത്യ ചെയ്താൽ അപ്പൊ ചർച്ച ചെയ്യാം. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യാം. അതുവരെ കോമഡിയാ, ചിരിക്കും, കണ്ട് ചിരിക്കും, കളിയാക്കുകയൊക്കെ ചെയ്യും ആൾക്കാർക്ക്. ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. ആത്മഹത്യ
അത്രേ ഉള്ളൂ. ഹണി റോസ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിന് ഇവിടെ വലിയ പ്രസക്തി ഇല്ലെന്ന്. അതുകൊണ്ടാണല്ലോ അവരത് എടുക്കാത്തത്. അവർക്ക് മറ്റേ താല്പര്യം ഏത് ഹണി റോസിനെ കുറിച്ച് ബോച്ചെ പറഞ്ഞതിനകത്തെ മീനിങ്ങും മറ്റതും അവർക്ക് വേണ്ടത്. കുന്തി ദേവി അല്ല ശരിക്കുള്ള വിഷയം. അത് വിട്, നമുക്ക് സമാധി. ആക്ച്വലി കുന്തി ദേവി വിഷയത്തിൽ RSS ഓടണമെന്ന് എന്റെ അഭിപ്രായം. ഇല്ല ഞാൻ പറയാം, ബോച്ചെ പോലെ ഒരാള് നോക്കിയിട്ട് ഹണി റോസ് ഒരു ക്രിസ്ത്യാനി, ഇവനും ഒരു ക്രിസ്ത്യാനി, ഈ ക്രിസ്ത്യാനികൾ ചേർന്നുകൊണ്ട് ഈ മഹാഭാരതത്തെ ഇൻസൾട്ട് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയല്ലേ ഇവര് അവതരിപ്പിച്ചത്. കുന്തി ദേവി ചർച്ചയാവേണ്ട കാര്യം ഇങ്ങനെ ഒരു കോണ്ടാക്ട് അല്ല. സന്ദീപാന്റെ ഗിരി വരെ നീ സംസാരിക്കരുത്, നീ സംസാരിക്കരുത്. എന്താ അതെന്താ കുന്തി ദേവിനെ കുറിച്ച് ചർച്ച നീ സംസാരിക്കേണ്ട അത്രേ ഉള്ളൂ. ഇത് മറ്റേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനാധിപത്യത്തെ കുറിച്ചാണെന്ന് ടീച്ചർ മറ്റേ സാധനം കണ്ടിട്ടില്ലേ? അതെന്താ ടീച്ചർ ചോദിച്ചപ്പോ കാരണം ഞാൻ അതാണ് പഠിപ്പിക്കുന്നത് മനസ്സിലായി മിണ്ടാരാന്ന് എന്ന് പറഞ്ഞ പോലെയാണത്. അയ്യോ അപ്പോ നമ്മൾ ഈ സമാധിയിൽപ്പെട്ട ആളെ റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. എടാ ഇതാണ് മറ്റേ റെസ്ക്യൂ ഓപ്പറേഷൻ. ഏതാ ഒരാള് ലോറിയുമായിട്ട് പോയിട്ട് കാണാതായി മണ്ണിടിച്ചിലാണ്. ഒരു ഭൂമിയുടെ പ്രതലത്തിലെങ്ങും ഒരു മനുഷ്യനെ കാണാതിരിക്കുന്ന 3, 4, 5 ദിവസം കഴിഞ്ഞ് 10ാം ദിവസവും പറയുന്നത് റെസ്ക്യൂ ഓപ്പറേഷൻ എന്നാ. അയാള് ജീവനോടുണ്ട്, അയാൾ എഴുന്നേറ്റ് വീട്ടിൽ ചെന്നേനെ. അതുപോലെ തന്നെയാണ് വേറെ റെസ്ക്യൂ ഓപ്പറേഷൻ വേറൊരു ആൾക്കാർ എന്നിട്ട് അവിടെ കിടന്ന് ഫാൻസി ഡ്രസ്സുകാർ വന്നത്. ഓ എന്തൊരു നാടാടാ ഇത്. ഫാൻസി ഡ്രസ്സൊക്കെ അവതരിപ്പിക്കുന്ന ഇപ്പൊ ദുരന്ത ഭൂമികളിലാണ്. അപ്പോഴെവിടെ ഒരു സമാധി. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ലാലേട്ടൻ ഇവിടെ വരണം ശരിക്കും പട്ടാള യൂണിഫോമില്. ആ രവിനെ വിളിച്ചോ? ഇവിടെയൊക്കെ വന്ന കുഴപ്പമില്ല, രവിയും പോരട്ടെ. ഇത് ഓക്കെ ഒരു BJP സെറ്റപ്പാണ് വന്നേനെ. എടോ അപ്പൊ ഈ സമാധിയില് ഒരാളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് പോലീസിന് പിന്നില്ല ഒറിജിനല്ല. ഓക്കെ കൺഫേംഡ്. ഇത് കേക്കടാ, ഈ സമാധിയിലായ ആളെ ഇപ്പൊ സമാധി എന്ന് ഒരു പരിപാടി നടക്കാൻ പോവാന്ന് അറിയുന്നുണ്ട്. ഇതെന്താണല്ലോ രഹസ്യമായിട്ട് നടന്ന സംഭവം ഒന്നും ആയിരിക്കത്തില്ല. ഈ സമാധിക്ക് മുന്നേ പോലീസിന് ഇത് അറിയാം അല്ലേ? അവിടെ ഉള്ളവർക്ക് ചുറ്റുപാടുള്ളവർക്ക് അറിയാം സമാധി ആകാൻ പോകുന്നറിയാം. ശരിക്കും പറഞ്ഞാൽ ആ സമാധി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും. എന്താ കാര്യം എന്നറിയാവോ? ഈ സമാധിയാകാൻ വേണ്ടിയിട്ട് ഇയാൾ സ്വയം എന്തെങ്കിലും കഴിച്ചു മരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി തല്ലി കൊല്ലാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ സമാധി നേരത്തെ ആയേക്കുന്ന ആളുടെ തലയിൽ ചിരട്ടയ്ക്ക് അടിച്ചേക്കുന്നത്. അപ്പൊ അതേ സാധനം ഇവര് വീണ്ടും ആവർത്തിക്കുമോ? ഈ വന്ന കാലത്ത് സമാധി ഇല്ലല്ലോ കേരളത്തിൽ അടക്കാൻ പറ്റില്ല. മറ്റത് ക്രൈം ഒന്നും അല്ല. അന്ന് യക്ഷിയും പ്രേതവും പുശാശവും ഒക്കെ ഒത്തിരി പേരെ കൊല്ലുന്നുണ്ട്. പോട്ടെ, അവരെന്തെങ്കിലും കാണിക്കട്ടെ. അന്നത്തെ സംഭവമാണ്. അയാളൊക്കെ ഇപ്പൊ ഔട്ട്ഡേറ്റഡ് കേസാണ് അതൊക്കെ. അത് നമുക്ക് എടുക്കേണ്ട കേസേ ഇല്ല. പക്ഷെ ഇന്നത്തെ കേസിൽ അന്നത്തെ ആ കഥ വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ ക്രൂശിക്കാൻ പോവുകയാണെന്ന് പറയുക, ജീസസ് ആണ് ഞാൻ ഇന്നപോലെ ക്രൂശിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 പേര് കൂടി ചേർന്ന് കുരിശെ തറയ്ക്കുകയും ആ കുന്തം കൊണ്ട് കുത്തുകയൊക്കെ ചെയ്തതിന് സമ്മതിക്കും ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇതിനകത്ത് മോണിറ്റർ ചെയ്യണമെന്ന്. കാരണം ഇത് ഉറപ്പ് വരുത്തണം. ഇത്രയും ക്യാമറ ഉണ്ട്. ഈ മകൻ എന്താ അത് ക്യാമറ പിടിക്കാൻ ബിഗ് ബോസിലോട്ട് വിട്ടാൽ മതിയായിരുന്നു. ബിഗ് ബോസ് പുള്ളി അവിടെ ഇരുന്ന് സമാധി ആവട്ടെ. ക്യാമറ ഉണ്ടല്ലോ ചുറ്റും. ഈ വാണങ്ങളൊക്കെ എന്താണ് ചെയ്യണ്ടേ? അവനെന്നാ പിന്നെ അതങ്ങ് റെക്കോർഡ് ചെയ്യാൻ പറ്റാ സ്വമേധയാ മരിച്ചാന്ന് പറയാം. അവൻ അറിയത്തില്ല ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലിരിക്കുന്ന സ്ഥലത്ത് ഒരാൾ സമാധി ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാ. ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. ആര് പറഞ്ഞു ചുമ്മാ? അല്ല, ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്ന പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യില്ല, രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ. ശരിക്കും അത് ചെയ്യേണ്ടതാണ്. സ്റ്റാലിൻ എന്നൊക്കെ പേരുള്ള ചില്ലറ പരിപാടിയല്ല നടന്നേക്കുന്നത്. അതിന് തീർച്ചയായിട്ടും മീഡിയ അവിടെ ചെല്ലണമെന്ന് ഇവരെല്ലാം ഇത് അറിഞ്ഞു കാണത്തില്ലേ? ആരെങ്കിലും പറഞ്ഞു കാണത്തില്ല ഇവിടുത്തെ ഇത് രഹസ്യമായിട്ടാണോ സമാധി ആവുന്നത്? രഹസ്യമായ പരസ്യം, രഹസ്യമായ സമാധിയായിരുന്നു. രഹസ്യമായിട്ട് സമാധി നടത്തണം. അത് രഹസ്യമായിട്ട് പരസ്യമായിരുന്നു. ഈ സമാധിയാണോ അത്? ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഇയാൾ കിടപ്പിലായിരുന്നു എന്നും കുറെ നാളായിട്ട് കിടപ്പിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സമാധി ആയി എന്ന് പറയുന്ന ആള് കുറെ നാളായിട്ട് കിടപ്പിലായിരുന്ന ആളാണെന്നാണ്. അയാൾ സംസാരിക്കുക പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറയണത്. മനസ്സിലായോ? പിന്നെ അതെങ്ങനെയാണ് സമാധി ആയെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഈ മകനെയൊക്കെ സംശയത്തിന്റെ നിഴലിലാണ് കണ്ണു നിർത്തിക്കൊണ്ടാണ് സമാധാനമാവും. എടോ സമാധി മറ്റേ സാധനം ഉണ്ടാകുന്നല്ലോ ഇടയ്ക്ക് നടന്ന കുരുതി, മനുഷ്യക്കുരുതി നടത്തിയില്ല. അതിന്റെ പേര് മനുഷ്യക്കുരുതി കൊള്ളായിരുന്നു. നല്ലൊരു കലാപരിപാടിയാണ്. മറ്റേ പരിപാടി
അതൊന്നും അല്ല. ഏതാ? നമ്മുടെ ഇവിടെ ഒരു നമ്മൾ ഈ മറ്റേ നമ്മള് എനിക്ക് മനസ്സിലാവാത്ത വേറെ കാര്യമുണ്ട്. മനുഷ്യക്കുരുതി മനസ്സിലായി? കൂടോത്രം അതിനൊരു പേര് പറഞ്ഞല്ലോ അന്ന്. മനുഷ്യക്കുരുതി നരബലി. മഹാബലി. ആ മഹാബലിയാണോ നരബലിയാണോ? നരബലി. മഹാബലി മറ്റേ സാധനമാണ്. മനുഷ്യൻ ആ സംസ്കൃതത്തിൽ അതായത് മഹാബലി എന്ന് പറഞ്ഞാല് ഓണം, നരബലി എന്ന് പറഞ്ഞാൽ മഹാബലി എന്ന് പറഞ്ഞാൽ തമ്പുരാന് കൊന്നോണം. കൊന്നോണം. അല്ല എടോ, അൽഹംദുലില്ലാ എന്ന് പറയാൻ വന്നതാണ്. അൽഹംദുലില്ലാഹ് അങ്ങനെയാണ് പറയാൻ വന്ന പോലെ തോന്നി. ആണോ? അസ്സലാമു അലൈക്കും. അസലായി അലക്കും, ആ വാ അലക്കാം അസലായി. ഓ അങ്ങ് അസലായി അലക്കും. ഇങ്ങനെയാ താൻ പറ. അസലായി അലക്കും. അസലായി അലക്കും. വാ അലക്കാം അസലായി. കുറച്ച് തുണി അങ്ങോട്ടിട്ട് ഈ സാധനം ഞാൻ നേരത്തെ അടിച്ചിറക്കി വിട്ടായി. ഇപ്പൊ അത് സ്വന്തമാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ആരിഫ് ഹുസൈൻ. മതവികാരത്തെ ഭയപ്പെടുത്തുന്നു. ആരിഫ് ഹുസൈൻ അത് എടുത്തോണ്ട് പോയി. ഇവൻ എടുത്തു വിട്ട സാധനം കോപ്പിടിച്ചോണ്ട് പോയി. പുള്ളി എടുത്തോട്ടാ, കുഴപ്പമില്ല. പുള്ളിയാണല്ലോ ആ ഏരിയയിൽ പണിയെടുക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ അത് പുള്ളിക്കാരൊന്നും ഇല്ലേ, ഇല്ലെങ്കിൽ കോപ്പിടിച്ചോണ്ട് മറ്റേ എങ്ങനെയാണെന്നാ അസ്ലം ഐ ലൈക്ക് യു വൈ ഐ ലൈക്ക് യു അസ്ലാം. അസ്ലം ഐ ലൈക്ക് യു വൈ ഐ ലൈക്ക് യു അസ്ലാം. അങ്ങനെ അതിന് ഇംഗ്ലീഷും മലയാളം ഒക്കെ ഉണ്ട്. അതിന് അറബി പറയുന്നതാണ് അലൈക്കും അസ്ലാം. വഖഫിന്റെ ഇടയിലായിരുന്നോ? വഖഫ് വാട്ട് ദ ഫക്ക്. എന്തൊക്കെയാണ് എടാ ഈ റൂമിൽ ചെറുതായിട്ട് സാധനങ്ങളാണ്. ആ ഇവിടെ കിട്ടുന്നുണ്ട്. സാധനങ്ങളൊക്കെ അല്ല, അതൊന്നും പുറത്തുനിന്ന് എടുക്കാറില്ല. പുറത്തുനിന്ന് ഒരു സാധനം എടുക്കാറില്ല. അന്തരീക്ഷത്തിൽ എടുക്കുന്ന അല്ല ഞാൻ വേറെ കാര്യം ചെയ്യും. ഇനി നമ്മൾ സമാധി. ഓക്കെ 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 ഓക്കെ. ഈ അല്ല ഞാൻ ഇനി ഒരു വേറെ രീതി ഒരു കാര്യം ചെയ്യട്ടെ. അല്ലടാ ഇതിപ്പോഴേ ഈ സമാധി എന്ന് പറഞ്ഞ പരിപാടി ഇതൊരു കോൺക്രീറ്റ് സെറ്റപ്പിനകത്ത് ഉണ്ടാക്കി വെക്കേണ്ട സാധനമാണോ? അല്ല എന്താന്ന് പറയാം, ഈ കോൺക്രീറ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ സിമെന്റും പരിപാടി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത് വെറുതെ കുഴിച്ചു വെച്ചാൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പിന്നെ ഈ മറ്റേ മുകളിൽ കോൺക്രീറ്റ് ഇടുക, ഇനി അതിന്റെ മുകളിൽ ടൈൽസ് ഒട്ടിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ മണ്ടയ്ക്ക് വേറെ കൂടാരം ഉണ്ടാക്കും. അതിന്റെ മണ്ടയ്ക്ക് പിന്നെ പ്രതിമ വെക്കും. അങ്ങനെ പൂക്കൾ പൂക്കും തരുണം മാറുയിരേ പാർത്തദാനം ഇല്ലയേ പുലരും കാതൽ തനനേ താനേ 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 താനേ. പൂക്കൾ നെറ്റ് പൂക്കൾ നെറ്റ് നെറ്റ് പൂക്കൾ 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 ഓ സിർപ്പ് സിർപ്പ് ഓ ഇടുപ്പ് സെറുപ്പ് എന്നൊക്കെ ഓൾഡസ്റ്റ് ലാംഗ്വേജസിൽ ഒന്നാടേ. ഓൾഡസ്റ്റ് ലാംഗ്വേജസിൽ ഒന്നാണ് തമിഴ്. ഓൾഡസ്റ്റ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എപ്പോഴും മറ്റേ സംസ്കൃതമാണ് ഏറ്റവും ഓൾഡസ്റ്റ്. പക്ഷെ സംസ്കൃതമൊക്കെ അത് കഴിഞ്ഞുള്ള ആണോ? അല്ലടോ, സംസ്കൃതം ഓൾഡസ്റ്റ് ലാംഗ്വേജ്, പക്ഷെ തമിഴാണ് ഓൾഡസ്റ്റ് ലാംഗ്വേജ് യൂസ്. അങ്ങനല്ല. അന്നത് കേസായെന്നോ? അയാള് ശരിയാ. സദ്ഗുരു ചെയ്യുമ്പോ കുറച്ച് സയന്റിഫിക്കലി ആയിരിക്കും. അതെ അതെ, ഇംഗ്ലീഷിലായിരിക്കും ചെയ്തത്. സമാധി എന്നായിരിക്കത്തില്ല, സമാധി എന്നാക്കി കാണാം. അത് സായിമാരും വിശ്വസിച്ചു. Yeah, that is we did a samadhi. Yeah, this is called in India. ഇങ്ങനെയാ പറയുന്നത്. In India we have got a tradition and that we have to do is samadhi. And I did it on my wife got samadhi. വൈബ്രേഷൻ ഉണ്ടല്ലോ, അതൊരു പ്രശ്നമുള്ള വേർഡാണ്. ഈ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ, പോസിറ്റീവ് വൈബ്രേഷൻ, നെഗറ്റീവ് വൈബ്രേഷൻ. ഒരാളെ കാണുമ്പോഴേക്കും പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടിയെന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവരൊരു കാര്യം ചെയ്യട്ടെ, ഈ വൈബ് അതെ എടോ അതെ പിന്നെ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്ന പണ്ട്, ഇപ്പൊ പോസിറ്റീവ് വൈബായി. അതെ ഡാമിനെന്താ വെച്ചാൽ വൈബ് എന്ന് പറഞ്ഞ പുതിയ സാധനം ഉണ്ടെന്ന് വിചാരിച്ചു. ഷോർട്ടാ ഇതൊക്കെ. സ്കിബിഡി പോലല്ല സ്കിബിഡി എടോ പിന്നെന്താ ഉള്ളേ? വൈബ്. എന്താ പറഞ്ഞു വന്നത്? അപ്പോ ഈ പറഞ്ഞ പോലെ വൈബ്രേഷൻ എന്ന് പറയുമല്ലോ, പോസിറ്റീവ് വൈബ്രേഷൻ, നെഗറ്റീവ് വൈബ്രേഷൻ. ഒരാളുടെ പ്രസൻസിൽ നമുക്ക് പോസിറ്റീവ് വൈബ്രേഷൻ, ആ സ്ഥലത്തിനൊരു പോസിറ്റീവ് വൈബ്രേഷനാണ് എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു പേപ്പറിൽ കിട്ടണം.
മനസ്സിലാവുണ്ടോ? അതിങ്ങനെ വൈബ്രേഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുണ്ടോ? ഇത് ഡൗൺ ചെയ്യാൻ പറ്റും. ഈ സാധനത്തിന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇതിനെ. മനസ്സിലാവുണ്ടോ? അല്ലല്ല, വൈബ്രേഷൻ അങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ആ വൈബ്രേഷൻ കാണാൻ പറ്റും. അല്ല, അങ്ങനത്തെ മെഷീൻസ് വരെ ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വൈബ്രേഷൻ ആരും കണ്ടിട്ടില്ലേ? അത് നടക്കുന്നത് ഇവിടെ അല്ല, അത് വേറെ ഏതോ യൂണിവേഴ്സിലാണ്. തനിക്ക് സ്നേഹം അളക്കാൻ പറ്റുമോ? നല്ല വൈബ്രേഷനുകളുണ്ട്. സ്നേഹം അങ്ങനെ ഒരു മെഷീൻ വെച്ച് അളക്കാൻ പറ്റുന്നതാണ്. അല്ല, അതുകൊണ്ടല്ലേ സ്നേഹം എത്ര സ്നേഹം ഉണ്ടെന്ന് ചോദിക്കുമ്പോ ഇത്രയും ചുമ്മാ സ്നേഹം ഞാൻ എന്നോട് അല്ല, ഞാൻ എങ്ങനെയാണെന്നറിയാവോ? അങ്ങനല്ല ഞാൻ എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ എന്നോട് എനിക്ക് എത്ര ഇഷ്ടമുണ്ടെന്നാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയും എനിക്കിപ്പോ 7367 പറയും. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ചോദിച്ചാൽ അത് 8000-ലാവും. അത് കൂടി വരണം. അങ്ങനെയാ. ചിലപ്പോ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കുറച്ച് കുറയ്ക്കും. അങ്ങനെ പറയാൻ പാടില്ല. ഒരു കറക്റ്റ് ആയിട്ടുള്ള കണക്ക് വേണം, ഒരു ആക്യുറസി വേണോടാ. അത് വെറുതെ എന്നോട് ചോദിക്കും, എന്റെ വൈഫ് ചോദിക്കാറുണ്ട് എത്ര ഇഷ്ടണ്ടാ, എത്ര ഇഷ്ടണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാം, അപ്പൊ അവള് പറയും ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലും കുറഞ്ഞു പോയല്ലോ. ഞാൻ കുറഞ്ഞു പോയോ എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, 9536 ആക്കിയേക്കാന്ന് പറയും. അപ്പൊ ആണ് സെറ്റാ. അതിനങ്ങനെ ധരിച്ചേ. അല്ല, ഇതിട്ട് അനക്കുന്നതിന് ആൾക്കാർക്ക് പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഏതനക്കുന്നതിന്? ഈ ക്യാമറ അതെന്ന് താൻ അനക്കിയത്? മീൻസ് അല്ലെങ്കിൽ മൊത്തത്തിൽ അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ വേണ്ട. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി. ഇത് വേണ്ട. അത് നമ്മൾ ഇടയ്ക്ക് മാറ്റുന്നുണ്ട്. എല്ലാവരും അതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് പോട്ടെ, ആയാലും കാര്യമൊന്നുമില്ല. ചിലർക്ക് വൈബ്രേഷൻ ഇഷ്ടമുള്ളവരുണ്ട്. വൈബ്രേറ്റർ അല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. അത് മനുഷ്യർക്ക് പ്രയോജനമുള്ള പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അതെ, ഡിൽഡോയും നല്ലതാ. അതൊക്കെ നല്ലതാ ആക്ച്വലി. പക്ഷെ അതെല്ലാം യൂസ് ചെയ്യണം. അതിനെപ്പറ്റി നമുക്ക് വേറെ ദിവസം ഒരു സംഭവം ചെയ്യാം. അത് നമുക്ക് അടുത്ത ചെയ്യാം. ഞാൻ എടുത്തോണ്ട് വരാം സാധനമൊക്കെ. അതൊക്കെ കാണിക്കാം. വൈബ്രേറ്റർ ഒരു സാധനം ഉണ്ടല്ലേ, അത് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയ രസം. എനിക്കറിയാമായിരിക്കും. അല്ല, എനിക്ക് ഞാൻ ഊഹിക്കട്ടെ. അതെ, ഇത് കേൾക്കാം. ഏതാത്? വൈബ്രേഷൻസിൽ നിന്ന് പോയിട്ട് നമ്മൾ തിരിച്ച് സമാധിയിലേക്ക് വരും. കുഴിമന്തിയിലേക്ക് വരികയാണ്. അത് ശരിയാണല്ലോ പറഞ്ഞ. കുഴിമന്തിയും ഈ സമാധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കുഴിമന്തിയിൽ വെച്ച് ഈ സാധനം പുഴുങ്ങിയെടുക്കും. ഇത് വെച്ച് പുഴുങ്ങുള്ളൂ. അവിടെ വെച്ച് അവിടെ ഇരിക്കും. അതിന്റെ കൂടെ ശരിയാ പഴമോ ഭസ്മോ ഒക്കെ ഇടുന്നുണ്ട്, അരി ഇടുന്നതിന് പകരം. അത് മണ്ണിന്റെ അടിയിലുള്ള ജീവികൾ കൊടുക്കും. അല്ല, അത് അവിടെ ഇരിക്കുന്നത് പുഴു തിന്നത്തില്ലേ? അതെന്താ അതിനെപ്പറ്റി എടുത്താൽ സിമെന്റ് ഇടുമായിരിക്കും. അഴുത്ത് പോകും. സമാധിയിലെ ആൾക്കാരൊന്നും ബോഡിക്കൊന്നും ശ്രമിക്കില്ല. അതുകൊണ്ട് ചിരിച്ചോണ്ട് അങ്ങനെ ഇരുന്നേ. അത് വേറെ സെറ്റപ്പാടാ. അത് ഈ മറ്റേ കോൺക്രീറ്റിനകത്ത് നടക്കത്തില്ല. പക്ഷെ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോയിട്ട് എല്ല് പോലും കാണത്തില്ല. സമാധി പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇത് ഭദ്രമായിട്ട് ശുദ്ധമായിട്ട് പൊളിക്കുമ്പോ തന്നെ ഒന്നും ഇല്ലെന്നാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തനിക്ക് മനസ്സിലായില്ലേ? അതിനകത്ത് എന്താണ് ഒന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. അവന് പൊളിച്ചപ്പോ തന്നെ പോയതാന്നൊക്കെ പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. പോയി പൊളിക്കാൻ പാടില്ല. എളുപ്പമുണ്ട്. അല്ല, ഇപ്പൊ വേറെ പ്രശ്നം എന്താ പറയുമ്പോ, ഇപ്പൊ സമാധി പോലത്തെ ഒരു സാധനം പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു മതാചാര ലംഘനവും. അപ്പൊ സ്റ്റേറ്റ് ഇടപെട്ട് അത്തരം പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലക്കിരിക്കും. മനസ്സിലാണോ? അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സാധനത്തിനകത്ത് ഇടപെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഓൾറെഡി മറ്റേ വിഷയം ഉണ്ടല്ലോ, ഏത് ശബരിമല വിഷയത്തിൽ ആകെ മൂഞ്ചിരിക്കുകയാണ്. എനിക്ക് ആ സമയമായപ്പോ ആരാണ്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാന്ന് തോന്നുന്നു സമാധി. വേറെ കാര്യം. എന്നാലും അതിൽ നിന്നും ശ്രദ്ധിക്കേണ്ട ഒരാവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇവിടെ ഇപ്പോ കഴിഞ്ഞ ആഴ്ച നടന്ന ഹണിയുടെ പ്രശ്നത്തിനകത്തും മറ്റേ ഹണി എന്ന് പറയുന്ന ഉദ്ഘാടനം ചെയ്ത് നടക്കുന്ന ആ ഒരു ഉദ്ഘാടകയെ പറ്റിയും ആ സ്വർണ്ണക്കടക്കാരനും തമ്മിലുള്ള വിഷയവും ഇപ്പോൾ നടക്കുന്ന സമാധി എന്ന വിഷയവും കുഴിമന്തി എന്ന വിഷയവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുഴിമന്തി എന്ന വിഷയത്തിനകത്തൊരു പ്രത്യേകതയുള്ളത് എന്ന് വെച്ചാൽ കുഴിമന്തിയിൽ എന്തെങ്കിലും ഫുഡ് പോയിസണോ മറ്റോ ഉണ്ടായാൽ അതിപ്പോൾ ജീവിച്ചിരിക്കുന്ന പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി എപ്പോഴും ഒരു ചെക്ക് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞൊരു 4 മാസം മുമ്പ്, ഒരു 6 മാസം മുമ്പാണ് ഇവിടെ ഷവർമയിലും മന്തിയിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടെത്തി. അതിനകത്ത് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്,
മന്തിയിലായിരുന്നില്ല, എന്തെങ്കിലും ആവട്ടെ, ഹലാലായിരുന്നു. മനസ്സിലായി. അറബിക് സാധനം ഇറക്കുകയാണല്ലോ. ഹലാൽ മാക്ക് അതിന്റെ ഇടക്കണ ഹലാൽ മന്തി ഹലാൽ ഇറക്കുകയാണല്ലേ. ഓക്കെ എന്തെങ്കിലും ആവട്ടെ. ഈ കടയെല്ലാം ഹലാലാണ്. ഹലാൽ കടകളാ പൂട്ടി പോയിക്കുന്നത്. ഹലാൽ നല്ലതാ. എടാ ഞാൻ ഹലാലിന് പറഞ്ഞ ഫുഡ് കഴിച്ചിട്ട് കുറെ പേര് ചത്തുപോയി. ഹലാലോ ശുദ്ധമായ ഇറച്ചിയോ? അങ്ങനെ ഒരു ഇറച്ചിയില്ല. ഇറച്ചി ശുദ്ധമായ ഇറച്ചി. ഇത് ശുദ്ധമായ പശുവിൻ നെയ്യ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ ശുദ്ധമായ പ്യൂർ വെജിറ്റേറിയൻ. ബീഫും 4 പൊറോട്ടയും. അയ്യോ ബീഫാണോ പന്നിയാണോ? ബീഫാണ് ഏറ്റവും രുചി എനിക്ക് തോന്നിയിട്ടുള്ളത്. പന്നി 1-2 തവണ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് അത്ര രസകരമായിട്ട് തോന്നിയിട്ടില്ല. എനിക്കിഷ്ടമാണ്. തനിക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. പക്ഷെ ഭയങ്കര നെയ്യാണോ അതിനകത്ത്? ഇങ്ങനെ ഭയങ്കര കട്ട നെയ്യ് എടുക്കാന്ന് വിട്ടാൽ മതി. അത് ഇട്ട് വായിക്കാത്തിട്ട് ഞാൻ ഒന്നിരിക്കും മയില് കൊള്ളൂല. ആകെ തിന്നും. അതിപ്പോ ഇപ്പൊ ഈ ഞാൻ നോക്കിട്ടോ. അല്ല ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ വേസ്റ്റ് ആളെ മറ്റേ മൃഗങ്ങളെ കൊണ്ടുവരുന്ന ആൾക്കാരല്ലോ നമ്മള്. അപ്പൊ ഇതിന്റെ വയറ് എടുത്ത് കളഞ്ഞാൽ മതി പന്നിയുടെ. പന്നിയുടെ വയറ്റിൽ നിന്നുള്ള കംപ്ലീറ്റ്. അതെ. അപ്പൊ ഈ സാധനം കൺവേർട്ട് ആയിട്ട് മാറും. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ ലൈറ്റാണ് മാറ്റിപ്പിടിച്ചത്. ആ കിളിയാണ് പോയി. കിളി അങ്ങ് പോയി കിട്ടി. ഇഷ്ടമല്ല. നല്ല ബീഫാണ്. ബീഫാണ് പൊളി. പോത്തായിരിക്കണം. പോത്തിറച്ചി ആണെങ്കിൽ നല്ല പോത്തിറച്ചി ആണെങ്കിൽ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരാം. മാക്ക് മിണ്ടാണ്ട് താഴത്തില്ല. ബീഫിന്റെ ഒന്നും താഴില്ല. ഒന്നും പക്ഷെ ഇവിടെ പല അണ്ണന്മാർക്കും പൊങ്ങുന്നില്ല. അതാ പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെ കമ്പി പറഞ്ഞു കിടക്കുന്ന പറയാളിയന്മാര്. അപ്പൊ പറഞ്ഞു ഈ ബീഫാണെങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബീഫ് നല്ല ബീഫാണെങ്കിൽ പോത്താണെങ്കിൽ പോത്തിറച്ചി ഇങ്ങനെ നമ്മളിങ്ങനെ നല്ല പോലെ വെന്ത പോത്തിറച്ചി ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ നീങ്ങും. കാളയിറച്ചിക്ക് ആ രുചിയില്ല, പശു ഇറച്ചിക്കും ആ രുചിയില്ല. പോത്തിറച്ചി അത് പറ്റിപ്പാന്ന് ഇവിടെ മൊത്തം ഉടായിപ്പാണല്ലോ. ഇവിടുത്തെ വൈബ് ശരിയല്ല. പക്ഷെ എക്സ്പോർട്ട് ചെയ്ത സാധനം കിട്ടില്ല. സാധനം നല്ല കമ്പമാർ എക്സ്പോർട്ട് ചെയ്ത് കളയും. പ്രശ്നമായി. കാരണം ഹലാൽ അനുവദനീയമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഹലാലിലെ ഷോപ്പാ പൂട്ടിപ്പോയത്. ഫുഡ് പോയ്സൺ വന്ന് മരിച്ചിടത്തല്ല ഹലാൽ. ഹലാൽ ബോർഡുള്ള കടയിലെ ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ മരിച്ചു പോയത്. വേറെ കാര്യം അല്ല, വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ ഹലാൽ എന്ന് പറഞ്ഞ സാധനത്തിനകത്തെ ഇപ്പൊ ഹലാൽ വലിയ സംഭവം അല്ലേ? ഹലാൽ കഴിഞ്ഞു. ആ ട്രെൻഡ് കഴിഞ്ഞു. ഇനിയിപ്പോ അത് എടുക്കില്ല. ഇപ്പൊ ഹലാൽ വിരുദ്ധരായിട്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരിപ്പോ കാക്കന്മാർ ഹോട്ടലിൽ കയറി ചപ്പട കടിക്കാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഹലാലും ഈ പ്യൂർ വെജൊക്കെ തേടി പോണ ആൾക്കാരുണ്ടല്ലോ, ഇവര് ആരെ നോക്കിയാൽ മതി. അമ്മമാർക്ക് തിന്നിട്ട് പല്ലിങ്ങനെ കുത്തി കടിക്കില്ല. അമ്മമാര് അത്രയും കാശുള്ള ആൾക്കാരായിരിക്കും. ഇത് സാധാരണക്കാരെ ഏറ്റവും വില കുറഞ്ഞ കടയിലേ പോകത്തുള്ളൂ. അവിടെ ഹലാലിന്റെ ബോർഡ് ഉണ്ടെന്ന് അവർ നോക്കത്തില്ല. സത്യത്തിൽ ഹലാൽ ബോർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ആക്ച്വലി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണോ അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ഹലാലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ വിശന്നാ തിന്നാന്നുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോ ആരുണ്ടാക്കിയത്, ഇനിയിപ്പോ കാക്കാനും കൂടി ചേർന്നുണ്ടാക്കിയതാണോ, അതോ കാക്കാനും നമ്പൂരിയും കൂടി ഉണ്ടാക്കിയതാണോ, അതോ മാപ്പിളച്ചിയും കൂടി ഉണ്ടാക്കിയതാണോ, മാമൻ മാപ്പിളയാണോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ലളിയാ. കൊല്ലുന്നതും കൊന്ന് തിന്നാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിനകത്തിലൊരു നിയമമാണ്. കൊന്നിട്ട് തിന്നാൻ പാടില്ല, അറുത്തിട്ട് തിന്നണം. അറുത്തിട്ട് തിന്നണം. അതാണ് ഒരു വ്യത്യാസം. അത് അറുക്കുന്ന രീതിയാണ് വ്യത്യാസം കിടക്കുന്നത്. കഴുത്തില് ഏറ്റവും ഷാർപ്പായിട്ടുള്ള കത്തി ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ മുറിയിൽ വേദന എടുക്കാതെ മരിക്കണം. അതാണ് അതിന്റെ ഹലാൽ എന്ന് പറയുന്നത്. ചോര വാർന്നിരിക്കുന്ന സാധനം. ചോര വാർന്ന് മാരിക്കുമ്പോ വേദനയില്ല. മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായി 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ
വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വെച്ച വാക്കുകൾ ലൽസലാം ലലലലാ ചൊല്ലുന്ന ചെല്ലക്കിളികളെ വേടൻ കുരുക്കും മിക്കാതയ്ക്കുത്തരം തേടുവാൻ കൂടാമോ, അല്ലെങ്കിൽ ഇല്ലില്ല തെല്ലിങ്ങ ചെല്ലുങ്ങ സമ്മാനം. ഈ തോക്കും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വെടികൊണ്ടേ പോളൂ. കണ്ണിവിടെ ഉണ്ടോ? ആ കാലം കഴിഞ്ഞു പോയി. അന്നക്കാലം ബോംബുണ്ട് ഇവിടെ. അപ്പഴാ ആറാട്ടൻ എവിടെ ഒരു പിടിയില്ല. അണ്ണന് പോലും അറിയില്ല അത് കൊള്ളാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു തന്നത് സമാധി പ്യൂർ വെജ് അല്ലേ? സമാധി പ്യൂർ വെജ് ആവില്ലല്ലോ. ഹലാലല്ലേ ഏതായാലും? എന്തായാലും മീൻ നിന്നിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. മീൻ അതെന്താ? ഇറച്ചി മീൻ ഒന്നും അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. ശരിയാ, നമ്മുടെ ചിത്രം അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് വേറെ കാര്യമുണ്ട്. നമുക്ക് പോത്തിറച്ചിയൊക്കെ അടിച്ചിട്ട് ആ പള്ളിയിൽ പോവാം. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അങ്ങനെയുണ്ട്. ഈ തമ്മിൽ കൊള്ളാവുന്നത് ഈ മാപ്പിളാരാണ്, ക്രിസ്ത്യാനികളാണ്. എന്താ പറയാ, വേറെ സീനൊന്നുമില്ല ഇവർക്ക്. ഒരുപാട് എല്ലാ പരിപാടിയോടും എന്താണ് പറഞ്ഞാലും കുമ്പസാരിച്ചാൽ മതി. മനസ്സിലായി? കുമ്പസാരിച്ചാൽ അതും തീർന്നു. മനസ്സിലാവോ? ഇത്ര സേഫ്, ഇത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റിലീജിയൻ എന്റെ അഭിപ്രായത്തിൽ. പിന്നെ ഇത് പുതിയ തോബ, വേറൊരു തോബയുണ്ട്, പഴയ തോബ. തോബ തുമാരേ ഇശാരേ തോമ നാട് തോമ തോമ. ആ പാട്ട് എനിക്ക് മനസ്സിലായത്. അതുണ്ടാവും, അത് വേറെ, അതൊരു ആചാരം, അത് മറ്റൊരു ആചാരം. ആർത്തവള സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്ന അമ്പലങ്ങളുണ്ട്, സ്ത്രീകൾ പൂജാരിയായിട്ടുള്ള അമ്പലങ്ങളുണ്ട്. സ്ത്രീകൾക്ക് അങ്ങനെ എവിടെ പോകാൻ പറ്റും? സദ്ഗുരു സ്ത്രീകൾ വീട്ടിൽ ഇരിക്കുന്നത് നല്ലത്. അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. എന്ത് ബഹളം പുറത്തു ഇവന്റെ ഉള്ളിലെ മറ്റേത് സുഡാപ്പി പുറത്തൊന്നുമില്ല. സ്ത്രീകൾ ആഗ്രഹിക്കണതന്നെ നല്ലത്. കള്ളം പടുവാ നിരീശ്വരവാദി. അപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് ഒരുപാട് എപ്പോഴും തെന്നി മാറി പോകുന്നുണ്ട്. പ്രേക്ഷകർ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ വഴുതി മാറുന്നവരാണ്, തെന്നി പോകുന്നവരാണ്, വഴുതി പോകുന്നു. ആ വിഷയം എന്ന് പറയുന്നിടത്ത് വിഷയത്തിൽ നിൽക്കാതെ വിഷയത്തിൽ നിന്ന് മാറി മറ്റു വിഷയത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് അതും ഒരു വിഷയമല്ലേ? എല്ലാം വിഷയമല്ലേ? വിഷയമാണല്ലോ ഇവിടെ വിഷയമുള്ള ആവശ്യം. പിന്നെ ചിലർ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് വിഷയം ദാരിദ്ര്യമാണോ എന്ന് ചോദിക്കാറ്. അതെനിക്ക് എന്നോട് ചോദിക്കാറുണ്ട്. ആശയദാരിദ്ര്യം. അങ്ങനെ ദാരിദ്ര്യം ഉണ്ടോ മാക്കി? നമുക്കോ ഈ ഇന്ത്യ പോലത്തെ ദരിദ്ര രാജ്യത്തിരുന്നിട്ട് ഇനി ആശയദാരിദ്ര്യം ഒന്നും പറഞ്ഞു നാട്ടിക്ക് ആശയത്തിൽ ഒരു ദാരിദ്ര്യം ആർക്കുണ്ടെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മളിപ്പോ ഇവിടെ ആണല്ലോ ചാനൽ നോക്ക്, വാർത്തയില്ലാതെ എന്തെങ്കിലും അന്തിച്ചർച്ച ഉണ്ടാക്കി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവില്ലേ? എവിടെയാണോ ഇവിടെ ആശയ ദാരിദ്ര്യം ഉള്ളത്? ഒരു ദാരിദ്ര്യം ഇപ്പൊ തന്നെ കണ്ടില്ലേ? കുന്തിച്ചർച്ചയായി, അന്തിച്ചർച്ചയായി, ഇപ്പൊ മന്തി ചർച്ചയായി. ക്രൈം കൊടുക്കുന്ന ഒരു ദിവസം എത്ര കുന്തി കഴിഞ്ഞു മന്തിക്ക് ശേഷം ന്യൂസ് ചാനലുകൾ അവതരിപ്പിക്കുന്നു സമാധിയാണ് ഇത്. മന്തി സമാധി. അത് മനുഷ്യനെ അകത്തിട്ട് മൂടി പുഴുങ്ങുമ്പോൾ, മനുഷ്യനെ അകത്തിട്ട് പുഴുങ്ങുന്നതിന് സമാധി എന്നും, കോഴിയോ ബീഫ് മട്ടനൊക്കെ ഇട്ടിട്ട് മുഴുങ്ങുന്നതിന് മന്തി പറയുന്നു. അത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലാണ് ഈ മന്തി ആചാരം ഉള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് എടോ വേറെ കാര്യമുണ്ട്. ഈ കുഴിമന്തി വേറെ കാര്യം പറയാം. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നാണ് ഈ അറബികൾ ഇത് കടമെടുത്തിട്ടുള്ളത്. അതെ അതെ അതെ, കുഴിമന്തി. കാരണം ഇവിടെ പണ്ട് പോലെ ആൾക്കാരെ ഇങ്ങനെ സമാധിയാക്കി എന്ന് പറഞ്ഞിട്ട് കുഴിച്ചിടുന്ന പരിപാടിയുണ്ട്. നേരെ നിർത്തും. എനിക്ക് ലൈറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. മനസ്സിലായോ? ഇങ്ങനെ നേരെ പിടിച്ചു നിർത്തും. അല്ല, ലൈറ്റ് അല്ല, ആളെ പിടിച്ച് കുഴിയിലെടുത്തോളൂ, കുഴിയിലെടുത്ത് അടച്ചു വയ്ക്കും. അങ്ങനെ പുഴുങ്ങിയെടുത്ത ഒരു അറബി ഇവിടെ വന്നു പണ്ട് ഈ ഇതിന്റെ കച്ചവടത്തിന്. അതായത് ഈ മറ്റേ പെപ്പർ അത്തറും കൊണ്ട് വന്നിട്ട് പെപ്പർ മേടിച്ചിട്ട് ഒരു അറബിയുണ്ട്. അപ്പൊ ഇപ്പൊ അറബികളൊക്കെ പേപ്പറാണ് മേടിക്കുന്നത്. ഫോട്ടോ പ്രചരിച്ച ഓർമ്മയില്ലേ? മറ്റേ സ്റ്റാമ്പൊക്കെ ഇട്ട പോലത്തെ ഒരു പിക്ചർ പ്രചരിച്ച ഓർമ്മയുണ്ടോ കുറച്ചു കാലം മുമ്പ്? മറ്റേ മക്കെല്ലാം കണ്ടു ഒരാളിയൻ. എന്ത് ടീമാണോ അവൻ കൊള്ള. അല്ല, അതിനെന്താ കുഴപ്പം? ഹലാലല്ലോ, ഹറാമല്ല. ഹറാം മദ്യമാണ്.
അതല്ല, ഹറാമാവും. അങ്ങനെ ലഹരിയില്ലേ? അത് വ്യാഖ്യാനം കയ്യിൽ വെച്ചാൽ തെളിയാണ്. ആ സമയത്ത് ഖുറാനിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ എടുക്കുള്ളൂ, അതിന്റെ അപ്പുറത്ത് തന്റെ ഹദീസും തന്റെ വ്യാഖ്യാനം ഒന്നും ഇവിടെ എടുക്കില്ല. പറഞ്ഞില്ലേ കയ്യിൽ വെച്ചാൽ basic മതി. ലഹരി എന്ന് പറയുമ്പോ അത് സാമൂഹ്യമാണ്. ലഹരി ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മദ്യ ഹറാമാന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? ഉണ്ടെങ്കിൽ നീ ആണ് തെളിയിക്ക്. നീ പണ്ട് പഠിച്ചല്ലേ ഇതൊക്കെ? നീ പഠിച്ചാ ഞാനും പഠിച്ചതാ. നീ പറ, നീ ഒന്ന് തെളിയിക്ക്. നീ ഖുറാനിൽ നിന്ന് ഈ സാധനം ഹറാമാന്ന് പറഞ്ഞൊന്ന് തെളിയിക്ക്. അങ്ങനെ ഒരു സാധനം ഇല്ല. ബ്രാൻഡി, വിസ്കി ഏതാ ഹറാം? വോഡ്ക. എന്താ പറയുക? വോഡ്ക ഹറാമാണോ? അല്ല, വോഡ്ക ഹറാമല്ല. കാരണം വോഡ്ക എന്നില്ലല്ലോ, വിസ്കി ഇല്ല, ബ്രാൻഡി ഇല്ല, പക്ഷേ മറ്റേതില്ല. കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ സിഗരറ്റ് വലിക്കുന്ന ഹറാമാണോ കറാത്ത് എന്നൊരു സാധനമുണ്ട്. കറാത്ത് പറഞ്ഞാൽ ചെയ്ത അതൊക്കെ ചെയ്തില്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്ന സാധനമുണ്ട്. അതുപോലെ മറ്റൊന്നുണ്ട്, ചെയ്താ ഗുണം കിട്ടും, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത സാധനങ്ങളുണ്ട്. അത് ഞാൻ വേറെ കാര്യം പറയാം, അതൊക്കെ ഔട്ട്ഡേറ്റഡ് പരിപാടികളാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സമാധിയാണ്. അപ്പൊ സമാധിക്കകത്ത് നമുക്കിപ്പോ ചെയ്യാം. ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഖത്തറിൽ നിന്നും അതായത് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ സമാധി എന്ന് പറയുന്ന സെറ്റപ്പിനകത്ത് ഇരുത്തിയ ഒരാള്, അത് ഞാൻ നോക്കിക്കോളാം, നമുക്കറിയാലോ. ഞാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് റെക്കോർഡിംഗ് ആൻഡ് ആക്ഷൻ ആൻഡ് റിയാക്ഷനാ, മനസ്സിലായില്ലേ? എല്ലാം എനിക്ക് ഒറ്റ ക്യാമറയും ചെയ്യും വേണ്ടി വന്ന. അപ്പോൾ ഡബിങ്ങും ഡയറക്ടർ, എഡിറ്റർ, ഡബ്ബറുവാ. അപ്പൊ ഉണ്ടല്ലോ, ഈ ഇപ്പൊ സമാധി എന്ന് പറഞ്ഞ സാധനം ഇളക്കി എന്ന് വിചാരിക്കുക, ഇതെടുത്ത് പുറത്തിട്ടെന്ന് വിചാരിക്കുക, സമാധി പോയി പോട്ടെ. ഇത് പറഞ്ഞ പോലെ അല്ല, ഇത് തലയടിച്ച് പൊട്ടിച്ചാന്ന് വിചാരിക്കുക. ആരൂമ്പി മൊത്തത്തിലൊക്കെ സമാധിയായി. ചോദ്യമാണോ എന്നോടാണ്? ചോദ്യമാണോ? അടി കൊണ്ട് ചത്തവനും മുമ്പി, അല്ലാതെ പിന്നെ ആരും വരാം. അവൻ നോമ്പില്ലല്ലോ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ സമാധി എന്ന് പറയുന്നത് ഹിന്ദു മതാചാര പ്രകാരമുള്ള പരിപാടിയാണ്. സമാധി പൊളിച്ചാൽ കേരളം കത്തും. പക്ഷെ സമാധി ആയില്ലല്ലോ. സമാധി ആക്കിയില്ലോ. അത് അങ്ങനെ സമാധി ആവില്ലല്ലോ. ഇയാളെന്തീ പറയണേ? ആ സാധനം ഇപ്പൊ അടച്ചോര്, ഇനി അത് തുറക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇനി അത് തുറക്കൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ വർത്താനം വേണ്ട. സമാധി പൊളിച്ചാൽ കേരളത്തിൽ വൻ വിഷയമാവും. അന്ന് മറ്റേ മനുഷ്യച്ചങ്ങനെ അന്ന് മനുഷ്യച്ചങ്ങനെ നടത്തിയ പോലെ അല്ലട്ടോ ഈ പരിപാടി. ഇത് നടന്ന കേരളത്തില് ഇലക്ഷനിൽ CPM അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം സർക്കാർ കൂടെ വരും. നടക്കില്ല അത്. ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ഞങ്ങള് ഭൂരിപക്ഷം ഹിന്ദു. ഒരു കാര്യം ചെയ്യാം, വേറെ കാര്യമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു മന്തി ഫെസ്റ്റ് നടത്തിയ തീരാവുന്ന പ്രശ്നം. ഒരു കുന്തി ഫെസ്റ്റ് നടത്തിയാലോ? കുന്തി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ മന്തി. അതുമല്ല, മന്തി ഫെസ്റ്റാ വേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യം. മന്തി ഫെസ്റ്റ് വേണമെങ്കിൽ നടത്താം. നല്ല തീരുമാനം. അല്ല, അത് ഞാൻ ആക്കുന്നില്ല, അത് വരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷൻ ആവാറുണ്ട്. അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചോളാം. അല്ലല്ല, അത് തന്നെ മാറുന്ന പരിപാടിയാണ്. ഇന്ന് ഡിപ്രഷനാണ്, നാളെ ആങ്സൈറ്റി. രാവിലെ 7 മണിയാകുമ്പോൾ വരും. അപ്പൊ ഡീലേ അല്ല, ഇന്നിപ്പോ ഡിപ്രഷൻ, നാളെ ആങ്സൈറ്റി, മറ്റന്നാൾ എക്സെൻട്രിക്. അതാണ് സൈക്കിളാ. 3 in 1 എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നാളെ വേറെ പുതിയ ഇട്ടോളൂ. വേറെ ഒന്നും ആരൊക്കെ വിളിച്ച് ഇളക്കുന്ന പുള്ളിയെ മനസ്സിലായോ? വേറെന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് പുള്ളിയെ മനഃപൂർവ്വം പുള്ളിയെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകണം ചില ആളുകൾ. അങ്ങനെ സുഖം കണ്ടെത്തുന്ന ആളുകൾ. അതല്ല, അതെന്നെ ഇങ്ങോട്ടൊന്നും പറ്റാത്ത. അത് പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് തലക്കത്ര വലിയ കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനായതുകൊണ്ടാണ്. മാത്രം കിട്ടുന്നത് മെന്റലി സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. നമ്മളെ പേഴ്സണലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, മാനസിക സമ്മർദ്ദത്തിലാവുന്നു ആർക്കാ ഹേർട്ട് ചെയ്യാൻ പറ്റുക? ആർക്കാ തന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുക? ഇപ്പൊ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഹേർട്ടാവോ, വിഷമാവോ? എനിക്ക് വിഷമാവുന്നല്ലോ. അത് ഒരു ദിവസം ഒത്തും ഇങ്ങനെ ഇരിക്കുന്നില്ല, ആ സമയത്തൊന്നും കേട്ടോ. അത് വിചാരിച്ചു ഒരു ദിവസം പീപ്പിൾ ടു പീപ്പിൾ അതിങ്ങനെ വേരി ചെയ്യും, മാൻ ടു മാൻ. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ആ സാധനം വർക്ക് ചെയ്യുന്നില്ല. മോഹൻലാൽ ഇയാൾ തമ്മിൽ ചെറിയ ബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധുക്കാരനല്ല ഞാൻ ഉദ്ദേശിച്ചത്. മോഹൻലാൽ ഇയാളായിട്ട് ഒരുപാട് സാമ്യതകൾ വീഡിയോയിൽ പറയാൻ പറ്റത്തില്ലാത്ത പല കാര്യങ്ങളും. അതുകൊണ്ട് ഇവിടെ അത് കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും ആറെണ്ണം പറയുന്ന ഒരു കാര്യമാണ് ഡോണ്ട് കെയർ. ആളുകൾ അങ്ങനെ പലതും പറയും. ആളുകൾ ചുറ്റും നടന്ന് എന്തും പറയും. പക്ഷെ മോഹൻലാൽ ഡോൺ കെയർ ആയിട്ട് അഭിനയിക്കുന്ന ആളെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാള് അങ്ങനെ പിടിച്ചു പോകുന്നതാണ്. എനിക്ക് തന്നെ കണ്ടിട്ടാന്ന് തോന്നുന്നു ഇയാളത് പിടിച്ചത്.
അല്ലല്ല അത് ശരിയാട്ടോ. അയാളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയാൾ സംസാരിക്കല്ലോ ചെയ്ത് കൊണ്ട് പരാതി കൊടുക്കുമല്ലേ. അത് സിദ്ദീഖല്ലേ കൊടുത്തു, മോഹൻലാലല്ലോ. അതിന് മോഹൻലാലിനെ വിളിച്ച് നന്ദി പറഞ്ഞല്ലോ പോലീസുകാരനോട്. ഒരുപാട് സന്തോഷമുണ്ട്. കയ്യിലല്ലേ വെറുതെ പറഞ്ഞ കള്ളം പറയുന്ന പോലീസുകാരൻ പറഞ്ഞല്ലേ? അത് കള്ളം. അത് കള്ളം, അങ്ങനെ കള്ളമാണ്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള, അയാൾ വന്നിരുന്നു പബ്ലിക്കായിട്ട് ലാൽ സാറ് വിളിച്ചിരുന്നു മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാൾ നുണ പറയോ? അങ്ങനെ ഒരു നുണ സാറ് വിളിച്ചിരുന്നല്ല, ലാൽ സാറിനെ വിളിച്ചിരുന്നല്ല, സാറിനെ വിളിച്ചിരുന്നു. ലാൽ സാറിനെ വിളിച്ചിരുന്നു, ലാൽ സാറിനെ വിളിച്ചിരുന്നു. അതാണ് സത്യം. എനിക്ക് തോന്നുന്നു വേറെ ഏതോ ലാലായിരിക്കും. എനിക്ക് തോന്നുന്നു സിദ്ദിഖ് ലാലായിരിക്കും. ആലാല് പോലും വിളിക്കില്ല. ഒരു 3 മിനിറ്റോടെ റെക്കോർഡ് ആവത്തുള്ളൂ. അപ്പൊ നിർത്താറായി. അപ്പൊ പരിപാടി സമാധിക്ക് ഇത്രയും പോരെ. സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയേണ്ടി വരും. സമയമില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ ഈ എന്റെ അഭിപ്രായത്തിൽ ഈ നാട്ടിലുള്ള ഹിന്ദുമത വിശ്വാസികളുടെ ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി RSS ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുകയും നിതിൻ ഗഡ്കരി അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതുമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സമാധി പൊളിക്കണം, ഞാൻ പറയുകയാണ്. സമാധി പൊളി പരിപാടിയാണ്. സമാധി പൊളിക്കും, അതന്നെ നമ്മൾ പറഞ്ഞേ. സമാധി പൊളിയായിട്ടുണ്ട്. അത് നമ്മളാള് പൊളിച്ചോളും. അത് പൊളിച്ചാ ഇവിടെ പലതും പൊളിയുമെന്ന് ഞാൻ പ്രഖ്യാപിക്കും, ഞാൻ പറയുകയാണ് എന്നൊക്കെ ഞാൻ പറയുകയാണ്. സമാധിക്കാർക്കൊരു വിചാരമുണ്ട്, സമാധിക്കാരുണ്ട് ഭയങ്കര സംഭവമാണ്, എടുത്ത് പൊളിക്കുന്ന ആളെ. പൊളിച്ചില്ലേ ആവിയായി പോയാലോ? എന്ത് പോവാൻ? ബോഡി അല്ല, സമാധി പൊളിച്ചാലോ ആവിയായി പോകുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെ പേടിക്കുന്നേ. അല്ല, പൊളിച്ച ആവിയായി പോടും, ആവിയായി പോകാൻ പാടില്ല. ആചാരപ്രകാരം ഇത് ആവിയാവാൻ പാടില്ല. ഇത് അതിനകത്ത് ഇരിക്കണം. നിങ്ങളെന്തോ ഒന്നും അറിയാം. നിങ്ങൾ അതിപ്പോ പൊളിക്കണ്ട. ചാത്തനോ മറ്റേ കുട്ടിച്ചാത്തനൊക്കെ വെച്ചേക്കുന്നവരുണ്ടല്ലോ. ചാത്തനോ തന്നെ ജഗത്താനെ മറ്റേ രാക്ഷസം എന്ന് പറഞ്ഞ കുട്ടിച്ചാത്തത്തിന് കുപ്പിലാക്കി ഇട്ടേക്കുന്ന കോൺക്രീറ്റിൽ വെച്ചേക്കുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. അപ്പൊ എന്തിനറിയോ, ഇതിന് മേളിൽ എന്തെങ്കിലും ഒരു കൂട് പോലെ സാധനം സെറ്റ് ചെയ്യണം, എന്നിട്ട് പൊളിക്കണം. അപ്പൊ ആവി അതിനകത്ത് തങ്ങി നിൽക്കുമല്ലോ. എന്നിട്ട് ഇത് നോക്കിയിട്ട് പറ്റും, ടെക്നോളജി ഉണ്ട്. സിമ്പിൾ അല്ലടാ, പുറത്തൊരു സാധനം പണി ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ആള് കയറുക, എന്നിട്ട് ഇത് തുറക്കുക, എന്നിട്ട് വീണ്ടും അടയ്ക്കുക. അതിനകത്ത് നിന്നോളൂല്ലോ, ആവിയോടെ പോലല്ലോ. ഗ്ലാസ് 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 ഇല്ല, അത് വേണം തുറക്കുമ്പോ ഇത് ഗ്ലാസ്. എന്റെ അഭിപ്രായത്തിലെ ഈ ആവിയുടെ അവിടെ ഈ മറ്റൊരു കുഴലിട്ട് കൊടുക്കുക. ആവിയുടെ അവിടെ ആവിയുടെ ആ കയറി വരുന്ന ഈ കൂട് ചില്ലിന്റെ ഇതുണ്ടല്ലോ, അവിടെ ഒരു ചെറിയ കുഴലിട്ട് കൊടുക്കുക. കുഴലിങ്ങനെ നീട്ടത്തിലിട്ടിട്ട് ഒരു കുടത്തിലേക്ക് വെക്കാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ തണുത്തിട്ട് ഈ സാധനം ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് വീഴും, മനസ്സിലായോ? എന്നിട്ട് അങ്ങനെ സൂപ്പർ സമാധിയായിരിക്കും. അതാണല്ലോ പരിപാടി. പുതിയ ബ്രാൻഡ് സമാധി. പുതിയ പുള്ളി സമാധി അടിച്ചിട്ടുണ്ട്. സമാധിയാകാൻ പറ്റും, എല്ലാവരും അടിച്ചിട്ട് സമാധിയാകും. അപ്പൊ ശരിയെന്നാ, എല്ലാവർക്കും സമാധിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു സമാധി ആയല്ലോ.